This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuma. നമസ്കാരം. ഇന്ന് സിനിമാ വിശേഷങ്ങളിൽ ബറോസ് അടിപൊളി ഒരു ചിത്രമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മിസ്റ്റർ ജെഫ്രിയാണ്. സർ, എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം? ഈ ചിത്രത്തെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ സത്യത്തിൽ ഞാനങ്ങനെ ഈ എല്ലാ ചിത്രവും ഇറങ്ങുന്ന ഒരു ദിവസം കാണുന്ന ഒരു 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 ശീലം എനിക്കില്ല. പക്ഷേ ഈ ഒരു ചിത്രം ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് കാണണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ ഈ ട്രോളും അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് എല്ലാം തന്നെ ഇറങ്ങുന്ന ചിത്രത്തെ വളരെയധികം വൾഗറായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായൊരു ചിത്രമാണ് എന്ന മുൻവിധിയോടുകൂടിയാണ് ഞാൻ ഈ ചിത്രം റിലീസിൻ്റെ അന്ന് തന്നെ കാണണം എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ദിവസം തന്നെ ഈ ചിത്രം ഞാൻ കണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് റിവ്യൂസ് കണ്ടായിരുന്നു. സത്യത്തിൽ ഞാനങ്ങനെ ആദ്യമായിട്ടാണ് ഒരു ചിത്രത്തിന് റിവ്യൂസ് ഇടുന്നത്. ഞാൻ ആമുഖമായിട്ട് തന്നെ പറയാം, ഞാനൊരു മോഹൻലാൽ ഫാൻസോ അല്ലെങ്കിൽ മമ്മൂട്ടി ഫാൻസോ അങ്ങനെയുള്ള ഫാൻസൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ജെന്യുവനായിട്ട് തന്നെ മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈസ് എ ബ്ലെസ്ഡ് ബോൺ ആക്ടറാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ലെജൻഡഡ് ആക്ടർ. സോ ബോത്ത് ആർ ലെജൻഡഡ് ആക്ടേഴ്സ്. പക്ഷേ മോഹൻലാൽ സാർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ചലഞ്ച് എപ്പോഴും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ സാർ. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് സിനിമ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സിന് അപ്പുറത്തേക്ക് പലപ്പോഴും ഒരു പാഷനേറ്റ് ആയിട്ടുള്ള പല ചിത്രങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. വാനപ്രസ്ഥം അതുപോലത്തെ ചിത്രമാണ്, അതുപോലെ ഒടിയൻ അതുപോലത്തെ ചിത്രമാണ്. പക്ഷേ അതെല്ലാം അദ്ദേഹത്തിന് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ചരിത്ര താളുകളിലേക്ക് ഈ പടം എന്നും ഒരു എവർ ഗ്രീനായി നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചിത്രത്തിൻ്റെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ചിലപ്പോൾ കറണ്ട് ഒരു ഇപ്പോഴായിരിക്കില്ല അതിൻ്റെ ഉപയോഗം വരുന്നത്. ചിലപ്പോൾ നമുക്ക് തലമുറകൾക്ക് ശേഷം ഈ ചിത്രം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ എപ്പോഴും ഉയർത്തെഴുന്നേൽക്കും എന്നാണ് ആ ചിത്രത്തെക്കുറിച്ച് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. കാരണം ഒരു ഫാൻറ്റസി ചിത്രമെന്ന് മോഹൻലാൽ സാർ ആദ്യമേ തന്നെ അതിനെ വളരെ വ്യക്തമായിട്ട് ഇതൊരു ഫാൻറ്റസി ചിത്രമാണ്. ഒരു ഫുൾ ടൈം 3D ഓറിയൻറ്റഡ് ചിത്രമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ ഒരു 3D ഒരു ഫുൾ വെർഷൻ 3D ചിത്രം ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അനുഭവത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചിത്രം കണ്ടപ്പോൾ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അതിൻ്റെ ആ ഒരു 3D വിഷ്വലൈസേഷൻ. നമുക്ക് നമുക്ക് എങ്ങനെ വർണ്ണിക്കണമെന്ന് അറിയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഒരു മനസ്സിന് കുളിർമ നൽകുന്ന അല്ലെങ്കിൽ അമേസിങ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള അതല്ലെങ്കിൽ നമ്മൾ വേറൊരു ലോകത്തേക്ക് നമ്മളെ നയിച്ചുകൊണ്ട് പോവുകയാണ് ആ 3Dയുടെ വിഷ്വലൈസേഷൻ. അത് തീർച്ചയായിട്ടും ഇന്ത്യൻ സിനിമയിൽ ആദ്യത്തെ ഒരു അനുഭവമാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ സിനിമയിൽ അതൊരു എന്നേക്കും ഒരു ഭയങ്കരമായ ഒരു സംഭാവനയാണ് ലാൽ സാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫാൻറ്റസി ക്യാരക്ടേഴ്സ് ഇപ്പോഴും നമ്മൾ പല ട്രോൾസ് അതിലത്തെ പേരെടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ വളരെ വൾഗറായിട്ടൊക്കെ ചെയ്ത കുറേ സംവിധാനം നമ്മുടെ മലയാള സിനിമയിൽ കൂടുതലായിട്ടുണ്ട്. കാരണം ഇതൊരു സ്റ്റോറി ടെല്ലിംഗ് അല്ല എന്ന് സാർ വളരെ വ്യക്തമായിട്ട് ലാൽ സാർ പറഞ്ഞു. ഇതൊരു ഫാൻറ്റസി ചിത്രമാണ്. എന്താ ഫാൻറ്റസി ചിത്രം എന്ന് പറയുമ്പോൾ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രമാറ്റിക് സിറ്റുവേഷൻ ആയിരിക്കും ഒരു ഫാൻറ്റസി എന്ന് പറയുന്നത്. ഒരു ഫാൻറ്റസി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ക്രിയേഷന് ഒരു ഡ്രമാറ്റിക് മൂമെൻറ്റ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡ്രമാറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും, അതുകൊണ്ട് സൗണ്ട് സിസ്റ്റം ഒരു ഡ്രമാറ്റിക് സൗണ്ട് സിസ്റ്റം ആയിരിക്കും. ഇതെല്ലാം ഒരു ഫാൻറ്റസി ചിത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. അതിന് ഒരു സാറിൻ്റെ കിരീടം സിനിമ പോലുള്ള ഒരു സ്റ്റോറി ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാറിൻ്റെ ദേവാസുരം പോലൊരു ക്യാരക്ടറായിട്ട് കമ്പയർ ചെയ്യുന്ന ആ ട്രോള് ചെയ്യുന്നവരോട് എനിക്ക് വളരെ സഹതാപമാണ്. അതെ, അമേസിംഗ് ആണ്. ഒരുപാട് പേര് ഇത് കണ്ടിട്ട് നല്ല ഇപ്പം പ്രവാസ ലോകത്ത് തന്നെ ഗൾഫിലൊക്കെ ഒരുപാട് റിവ്യൂസ് വരുന്നുണ്ട്. നന്നായി തന്നെ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊരു റിയാലിറ്റിയാണ്, നല്ല സിനിമയാണെന്നുള്ളതും കുട്ടികൾ ഉൾപ്പെടെ എൻജോയ് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ അതേസമയം തന്നെ ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ള ഒരു അജണ്ടയോടുകൂടി കുറെ ആൾക്കാർ അത് ഡീഗ്രേഡ് ഞാൻ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു റിവ്യൂവിൽ ഒരു പ്രശസ്തനായ റിവ്യൂ പറഞ്ഞത് പകുതിയൊക്കെ ആയപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. സത്യത്തിൽ അദ്ദേഹം ഉറങ്ങാതെ ഏതെങ്കിലും ഉത്സവപ്പറമ്പിൽ പോയിട്ട് വന്നിരുന്ന് ആ ചിത്രം കണ്ടതാണോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം മനോഹരമായൊരു സിനിമയ്ക്ക് അങ്ങനെ ഒരു റിവ്യൂ പറയുമ്പോൾ ആ സിനിമയെ ഒട്ടും റെസ്പെക്ട് ചെയ്തില്ല എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും സിനിമ കാണുമ്പോൾ
അതിൻ്റെ ആ മേക്കിംഗ് സ്റ്റൈൽ, ആ സിനിമ എത്രത്തോളം നന്നായി ചെയ്തു എന്നുള്ളത് വിലയിരുത്തിയിട്ട് വേണം നമ്മൾ ആ ആവശ്യമില്ലാത്തൊരു റിവ്യൂയിലേക്ക് പോകാൻ. ഇത് അമേസിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ സിനിമ കണ്ട ആ ഒരു കണ്ട ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ ക്യാരക്ടറും ഓരോ മൂമെൻറ്റ്സും മോഹൻലാൽ സാർ വളരെ കെയർഫുൾ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാൻ പറ്റും. കാരണം സാറ് തന്നെ പറഞ്ഞു 1650 ദിവസം ഒരു ഷൂട്ട് ചെയ്ത ചിത്രത്തിൻ്റെ കോസ്റ്റ് എത്രയാണ് നമുക്ക് തന്നെ ഇമാജിൻ ചെയ്യാൻ പറ്റും. അതും ലാൽ സാറിനെ പോലുള്ള അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞാൽ എല്ലാ ക്യാരക്ടേഴ്സും ഫോറിനേഴ്സാണ്. ആ ഫോറിനേഴ്സ് എല്ലാം അവരെല്ലാം വളരെ എക്സലൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. അതിൽ യൂറോപ്യൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, ആഫ്രിക്കൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ തന്നെ അവരുടെ റോൾസൊക്കെ നല്ല എക്സലൻ്റ് ആയിട്ട് പെർഫോം ചെയ്തു. ഇതിലെല്ലാത്തിനുപരിയായിട്ട് ഈ കഥ കൊണ്ടുപോകുന്ന ഒരു കുട്ടിയാണ്, ലീഡ് ചെയ്യുന്നൊരു കുട്ടിയാണ്. ആ കുട്ടി വളരെ സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. മോഹൻലാൽ സാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് സാർ അതിനകത്ത് ആക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഫാൻറ്റസിക് ഹീറോ ആയി 100% അതിൽ നീതി പുലർത്താൻ ലാൽ സാറിന് കഴിഞ്ഞു എന്നുള്ളതൊരു വളരെ പ്രത്യേകതയാണ്. 2, ഇതിൻ്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ ലാൽ സാർ ചിന്തിച്ച് കാണാനും സാധ്യതയില്ല. കാരണം പുള്ളി സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പടം വിജയിപ്പിക്കുക, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഒരു ചലഞ്ച് ചെയ്ത ലാൽ സാറിനെ പോലുള്ള ഇത്രയും വലിയൊരു ചലഞ്ച് ചെയ്ത ലാൽ സാറിൻ്റെ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമ കാണുന്നൊരു വ്യക്തിയാണ്. സിനിമ കാണുന്ന എല്ലാ മലയാളി പ്രേക്ഷകരും തീർച്ചയായിട്ടും ലാൽ സാറിൻ്റെ ഈ ഒരു ദൗത്യത്തെ തീർച്ചയായിട്ടും നമ്മൾ പിന്തുണയ്ക്കണം. സിനിമ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബറോസ കാണണം. അത് ശരിക്കും ഒരു ട്രീറ്റ് തന്നെയാണ്. ഇപ്പം നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു തിരുവോണത്തിന് സദ്യ ഒരുക്കുക എന്ന് പറയുമ്പോൾ സദ്യ എന്ന് പറഞ്ഞാൽ ഊണ് മാത്രമല്ലല്ലോ, ഊണാണ് അല്ല റൈസാണ് ഏറ്റവും പ്രധാനം. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾ റൈസ് നോക്കിയിട്ടല്ലല്ലോ ഒരു ഊണിനെ വിലയിരുത്തുന്ന നമ്മളൊരു ഇൻഗ്രീഡിയൻസ് ആണ്. ആ ഇല അടക്കം മുതൽ അതിൻ്റെ എല്ലാ 10-28-30 ഐറ്റംസുകൾ ചേർന്ന ആ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഒരു സദ്യയുടെ നമ്മൾ കാണിക്കുന്നത്. അതേപോലെ ഒരു ഫിലിം ട്രീറ്റ്, ഒരു ലാൽ സാറിൻ്റെ ഒരു ട്രീറ്റാണ് ബറോസ എന്ന് പറയുന്നതിൽ ഞാൻ എനിക്ക് അത്രമാത്രം സന്തോഷമുണ്ട്. അപ്പോൾ മറക്കാതിരിക്കുക, ബറോസ് എന്ന സിനിമ തീർച്ചയായും എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നിങ്ങൾക്കും ഇതേ അഭിപ്രായം തന്നെയായിരിക്കും. അല്ല, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ ചിത്രം കാണുന്നുണ്ടെങ്കിൽ 2 വെർഷനിലാണ് എടുത്തിരിക്കുന്നത്. 3D ഉണ്ട്, 3D അല്ലാത്തൊരു വെർഷനും ഉണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, നിങ്ങളെല്ലാവരും 3D തന്നെ കണ്ടിരിക്കണം. കാരണം ഇതൊരു 3D ഓറിയൻറ്റഡ് പിക്ചറാണ്. അതിനെ ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്ന 2Dയിലേക്കാണ്. സാധാരണ ഗതിയിൽ ഇൻ്റർനാഷണൽ പിക്ചേഴ്സൊക്കെ എടുക്കുമ്പോൾ അവർ 2Dയിൽ എടുത്തിട്ട് 3Dയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് ടെക്നിക്കലി. പക്ഷേ ഇവിടെ സേർ ചെയ്തിരിക്കുന്നത് 3Dയിൽ ത്രൂ ഔട്ട് 2.5 hours ഷൂട്ട് ചെയ്തിട്ട് അത് 2Dയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തുമാത്രം കമ്മിറ്റഡ് ആണ് സാർ എന്ന് ആലോചിച്ചോളണം. അതുകൊണ്ട് എല്ലാ പ്രേക്ഷകരും 3Dയിൽ കാണണമെന്ന് ഞാൻ പേഴ്സണലി റിക്വസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ മറക്കണ്ട, ഈ സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായം നമ്മളടുത്തും രേഖപ്പെടുത്താം. താങ്ക് യു വെരി മച്ച്.